മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജാഗ്രതയാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അട്ടിമറിക്കുള്ള സാധ്യതകൾ പല കോണുകളിൽ നിന്നും ഉയർന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം കർശനമായി നിയന്ത്രിച്ച് സുപ്രീം കോടതി നിലയുറപ്പിച്ചു കഴിഞ്ഞു. ചില സുപ്രധാന നീക്കങ്ങളും കോടതിയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന EVM അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് ആരെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള കൊട്ടുകൂടിയാണ് കോടതിയുടെ ഈ നടപടിയെന്ന് ഉറപ്പാണ്. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന VVPATൽ നിർണായക ഇടപെടലാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊപ്പം 100% VVPAT റെസീറ്റുകൾ കൂടി എണ്ണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിലവിൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുക്കുന്ന 5 EVMകളിലെ VVPAT സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇതിനു പകരം എല്ലാ വോട്ടിംഗ് മെഷീനൊപ്പമുള്ള VVPATകളിലെയും സ്ലിപ്പുകൾ എണ്ണണമെന്നതാണ് ഹർജിയിലെ ആവശ്യം. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സമർപ്പിച്ച ഹർജിക്കൊപ്പം ഈ ഹർജിയും ടാഗ് ചെയ്തുകൊണ്ടാണ് ഉത്തരവിറക്കിയത്. ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വേണം VVPAT എണ്ണാൻ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തെയും ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുമെന്നും ഒരേ സമയം കൂടുതൽ VVPAT വോട്ടുകൾ എണ്ണാൻ അനുവദിക്കുകയും വോട്ടെണ്ണാനായി ഓരോ മണ്ഡലത്തിലും കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്താൽ മുഴുവൻ VVPAT വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 24 ലക്ഷത്തോളം VVPATകൾ വാങ്ങുന്നതിനായി സർക്കാർ 5000 കോടി രൂപയാണ് ചെലവഴിച്ചത്. നിലവിൽ ഏകദേശം 20,000 VVPATകളുടെ സ്ലിപ്പുകൾ മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2013 മുതലാണ് ഇന്ത്യയിൽ VVPAT സംവിധാനം ഉപയോഗിച്ച് തുടങ്ങിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിൽ കൃത്രിമം കാട്ടിയാൽ കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന സംവിധാനമാണ് VVPAT. അതുകൊണ്ട് തന്നെ ആധികാരികമായ സ്ഥിരീകരണ രേഖ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. സാധാരണ പോലെ വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ VVPATലെ മെഷീനിൽ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും. വോട്ടർക്ക് ഇത് വായിച്ച് ഉറപ്പ് വരുത്താൻ സാധിക്കുകയും ചെയ്യും. ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഡിസ്പ്ലേയിൽ വിവരങ്ങൾ ദൃശ്യമാകുകയുള്ളൂ. പിന്നീട് ഈ വിവരങ്ങൾ സ്ലിപ്പ് രൂപത്തിൽ മെഷീനിൽ തന്നെയുള്ള ബോക്സിൽ വന്ന് പതിക്കും. വോട്ടർമാർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഗ്ലാസ് കേസിലാണ് VVPAT മെഷീൻ സ്ഥാപിക്കുക. വോട്ട് ചെയ്യുമ്പോൾ അത് VVPATലും രേഖപ്പെടും. വോട്ട് ആർക്ക് രേഖപ്പെടുത്തിയോ ആ സ്ഥാനാർത്ഥിയുടെ EVMലെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവയടങ്ങിയ പൂർണ്ണ വിവരങ്ങൾ VVPATലെ ഡിസ്പ്ലേയിൽ തെളിയും. 7 സെക്കൻഡ് സമയം വോട്ടർക്ക് ഈ വിവരങ്ങൾ കാണാൻ സാധിക്കും. ഇതിലൂടെ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്താവുന്നതാണ്. 7 സെക്കൻഡ് കഴിഞ്ഞാൽ സ്ലിപ്പ് താനെ മുറിഞ്ഞ് VVPATൽ തന്നെയുള്ള പെട്ടിയിൽ പതിക്കും. അപ്പോഴാണ് ഒരാളുടെ വോട്ടിംഗ് പൂർണ്ണമാവുക. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി 50% VVPAT സ്ലിപ്പുകൾ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് 21 പ്രതിപക്ഷ പാർട്ടികൾ ഹർജി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചെങ്കിലും 50% എണ്ണുക എന്നത് സാധ്യമല്ലെന്നും ഓരോ മണ്ഡലത്തിലെയും ഒരു VVPAT യന്ത്രത്തിലെ സ്ലിപ്പുകൾ എണ്ണാമെന്നാണ് കമ്മീഷൻ നൽകിയ മറുപടി. ഇത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായേക്കില്ല എന്ന സൂചനകളും ഇതിനോടൊപ്പം തന്നെ ചേർന്നു.